സർ, ധർമ്മസ്ഥലയിൽ നിന്ന് ഓരോ ദിവസവും വരുന്ന വാർത്തകൾ നമ്മളെ ഞെട്ടിക്കും. പക്ഷേ ഇതിലേതാണ് യാഥാർത്ഥ്യം? ഈ കേൾക്കുന്നതൊക്കെ ശരിയാണോ? 100ഓളം പേരെ അവിടെ എത്തിച്ചിട്ടുണ്ടോ? അതിൽ ഇത്രയേറെ സ്കെൽട്ടനുകളൊക്കെ പോലീസ് പരിശോധിക്കുന്നു. അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്, ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ട്. ക്ഷേത്രം കേന്ദ്രീകരിച്ച് ദുർമന്ത്രവാദം നടന്നിട്ടുണ്ട്. അത്തരത്തിൽ ഊഹാപോഹങ്ങളുടെ വലിയൊരു കലവറയായി ധർമ്മസ്ഥലം മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ധർമ്മസ്ഥലയിൽ നിന്ന് വരുന്ന വാർത്തകളിൽ യാഥാർത്ഥ്യം ഏത് അല്ലെങ്കിൽ വ്യാജം ഏത് എന്ന് തിരിച്ചറിയാനാകാത്തൊരു സാഹചര്യമല്ലേ നിലവിലുള്ളത്? ധർമ്മസ്ഥലയിലെ വിഷയത്തെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? പറഞ്ഞതിന് മുമ്പേ നീതു പറഞ്ഞതാണ് സ്കെലിറ്റൻസ് ഇൻ ദ കബോർഡ് എന്നും പറഞ്ഞിട്ട് ഇംഗ്ലീഷിലെ ഒരു പഴഞ്ചൊല്ലുണ്ട്. അല്ലെ ക്ലോസറ്റ്സ് എന്നൊക്കെയാണ് ഇത് പറയുന്നത്. അവിടെയൊക്കെ നമ്മൾ ആ ഇംഗ്ലീഷിന്റെ തന്നെ തർജ്ജമ വരികയാണെങ്കിൽ അസ്ഥികൂടങ്ങൾ, ഇനിയും അസ്ഥികൂടങ്ങളൊക്കെ ഇങ്ങനെ അലമാരിയിലൊക്കെ സൂക്ഷിച്ചിരിപ്പുണ്ടെന്നൊക്കെ പറയും. സംശയാസ്പദമായ സംഗതികളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വരുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഇംഗ്ലീഷുകാർ കണ്ടുപിടിച്ചൊരു പ്രയോഗമാണ്, അവരുടെ ഭാഷയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന പ്രയോഗമാണ്. എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മളിവിടെ തപ്പുകയാണ്. ഇരുട്ടത്ത് പൂച്ചയെ തപ്പുക എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ മലയാളത്തിൽ അതിനങ്ങനെയാണ്, ഇരുട്ടത്ത് പൂച്ചയെ തപ്പിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞൊരവസ്ഥയാണ് നടക്കുന്നത്. കേരളത്തിന്റെ അതിർത്തിയില്, വടക്കേ അതിർത്തിയില്, നേത്രാവതി പുഴയ്ക്ക് അപ്പുറത്ത് ധർമ്മം എന്ന് പറയുന്ന സ്ഥലത്ത്, മംഗലാപുരത്ത് നിന്ന് 70 കിലോമീറ്റർ അകലെയാണ്. ആ സ്ഥലത്ത് 100ഓളം സ്ത്രീകളെ ചെയ്ത ശേഷം അവിടെ പല ഭാഗത്തായിട്ട് കുഴിച്ചിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് ഏതൊരു ശുചീകരണ തൊഴിലാളിയാണ്. അയാളുടെ മുഖം ഇതുവരെ ആരും കണ്ടിട്ടില്ല. എന്തിനാണ് ഇയാൾ മുഖം മറച്ച് നടക്കുന്നതെന്ന് അറിയത്തില്ല. അങ്ങനെ വലിയ കൊലക്കേസ് പ്രതികളെയും കേസിനകത്ത് ട്രയൽ വിചാരണ പ്രതികളെ കൊണ്ട് നടക്കുന്ന പോലെയാണ് കൊണ്ട് നടക്കുന്നത്. മുഖം ആരാണ് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഒരാൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം, പിന്നീട് പോലീസായി, അന്വേഷണമായി. അപ്പൊ SIT, അവിടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഇപ്പൊ കേസ് അന്വേഷിക്കുന്നത്. ഇയാൾ കാണിച്ചു കൊടുത്ത സ്ഥലങ്ങൾ, ഈ ക്ഷേത്രം, അവിടെ ഒരു വലിയ പ്രസിദ്ധമായ ക്ഷേത്രമുണ്ട്. ധർമ്മസ്ഥലയിലെ ഉള്ള മഞ്ജുനാഥ ക്ഷേത്രം വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് ഉള്ളത്. അവരൊരു ട്രസ്റ്റ്, ഒരു ചുമതലക്കാരൻ ട്രസ്റ്റാണ് അത് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. വർഷങ്ങളായിട്ട് ഉള്ള ഒരു ക്ഷേത്രമാണ്. കുറച്ചൊക്കെ ധാരാളം വിശ്വാസികൾ അവിടെ പോകുന്നുമുണ്ട്. ഇതാണ് ധർമ്മസ്ഥലയെ കുറിച്ച് ആകെ അറിയാവുന്ന ഒരു കാര്യം, പുറത്തറിയാവുന്ന ഒരു കാര്യം അതാണ്. ഇപ്പൊ അതിന് ചുറ്റുമായിട്ടും 100ഓളം ഈ യുവതികളെ കുഴിച്ചിട്ടിരിക്കുന്നു, അവർ ഡെഡ് ബോഡി ഉണ്ടെന്നാണ് ഈ വിദ്വാൻ പറഞ്ഞത് മാത്രമല്ല ചെയ്തത്, ഇയാൾ ഒരു തലയോട്ടിയുമായിട്ട്, അതിലൊരു സാമ്പിൾ തലയോട്ടിയുമായിട്ടാണ് ഇയാൾ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും പോലീസിനെ കേസെടുത്തെങ്കിലേ പറ്റുള്ളൂ, പോലീസ് അന്വേഷിച്ചെങ്കിലേ പറ്റുള്ളൂ. പോലീസ് കേസെടുത്തു, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പൊ സാധാ പോലീസിനെ കൊണ്ട് പറ്റാത്തത് കൊണ്ട് ഇയാൾ പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഓരോ സ്ഥലങ്ങളിൽ ചെന്ന് കുഴിച്ചു നോക്കുന്നതിനായിട്ട് ഒരു ടീമിനെ അവരുണ്ടാക്കി. റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ ടീമിനെ ഉണ്ടാക്കി. സ്പെഷ്യൽ ടീമാണ് ഇപ്പൊ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ പല സ്ഥലങ്ങളും കുഴിച്ചു. ഇയാൾ പറഞ്ഞു കാണിച്ചിരിക്കുന്ന ഞാൻ ഇവിടെയാണ് കുഴിച്ചിട്ടെന്ന് പറയുന്ന പല സ്ഥലങ്ങളിലും കുഴിച്ചു. ഏതാണ്ട് 12 15 സ്ഥലങ്ങളിൽ കുഴിച്ചു കഴിഞ്ഞിട്ടും ആകെപ്പാടെ ഒരു അസ്ഥികൂടമാണ് അവിടുന്ന് ഇതുവരെ കിട്ടിയിരിക്കുന്നത്. ഈ 15 സ്ഥലങ്ങൾ കുഴിച്ചിട്ട് ആ അസ്ഥികൂടം തന്നെ ഇപ്പൊ ഫോറൻസിക് പരിശോധനയ്ക്ക് പോയിരിക്കുകയാണ്. അവര് പറയുന്നത്, ഫോറൻസിക് റിപ്പോർട്ട്, പ്രാഥമിക റിപ്പോർട്ടുകൾ പറയുന്നത് പുരുഷന്റേതാണെന്നാണ് പറയുന്നത്, സ്ത്രീയുടേതും അല്ലെന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇതാണ് നമ്മുടെ മിസ്റ്ററി. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെയുള്ള നമുക്ക് സംശയത്തിനായിട്ട് നൽകുന്ന പല കാര്യങ്ങളെന്ന് പറയുന്നത്. ധർമ്മസ്ഥല എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു 70 കിലോമീറ്റർ അകലെയാണത്. അത് ഭൂമിശാസ്ത്രപരമായിട്ട് ഒരുപാട് പ്രത്യേകതയുള്ള സ്ഥലമാണ്. ഈ ക്ഷേത്രം അവിടെ ഉണ്ടെന്നോ ഉള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ വലിയ കാര്യമായ വികസനങ്ങളോ മറ്റും ഇതുവരെ നടക്കാത്തൊരു സ്ഥലമാണ്. അവിടെ ഈ അടുത്ത സമയത്താണ് നമ്മുടെ കണ്ണൂർ കുടിയേറ്റ മേഖലയിൽ നിന്നുള്ള ആളുകൾ, അതിന് തൊട്ടടുത്ത സ്ഥലമായ ബെൽത്തങ്ങാടി എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഇപ്പൊ എന്തോ കത്തോലിക്ക സഭയുടെ ഒരു രൂപതയോ മറ്റോ അവിടെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അവിടെ ഒരു മെത്രാനെ വാഴിച്ചതായിട്ടൊക്കെ ഈ അടുത്ത സമയത്ത് പത്രങ്ങളിൽ കണ്ടിരുന്നു. അവർക്ക് കുറച്ച് സ്വാധീനമുള്ള സ്ഥലമാണ്. ഏതാണ്ട് ജനസംഖ്യയിലെ 12% ക്രിസ്ത്യൻസ് വരുന്നുണ്ട് അവിടെ. അവരവിടെ അത്യാവശ്യം നല്ല സ്കൂളുകളും മറ്റു കാര്യങ്ങളൊക്കെ നടത്തി പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പോകുന്ന കാലമാണ്. അതുപോലെ റബ്ബർ കൃഷി വ്യാപിപ്പിക്കുന്നുണ്ട്. റബ്ബർ കൃഷിക്ക് പറ്റിയ മണ്ണാണ്, നല്ല ഫലഭൂയിഷ്ടമായ മണ്ണാണത്. വിലയും കുറവാണ്, വസ്തുവിന് വില കുറവായതുകൊണ്ട് ധാരാളമായിട്ട് അത് വിൽപ്പനയും നടക്കുന്നുണ്ട്. ചെറിയ വിലയ്ക്ക് ആളുകൾ അത് വാങ്ങിക്കുന്നുമുണ്ട്. പക്ഷെ ഈ അടുത്ത സമയത്ത് അവിടെ കണ്ടിരിക്കുന്ന മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞത്, ഈ ബെൽത്തങ്ങാടി കേന്ദ്രീകരിച്ച് മുസ്ലിം ജനസംഖ്യയും വർദ്ധിക്കുന്നതായിട്ടാണ്. അവരും ഉണ്ടായിരുന്നു അവിടെ, ഒരു 12-13% മുസ്ലിംസും അവിടെ ഉണ്ടായിരുന്നു.
ബാക്കി 70% ഹിന്ദുക്കളാണ്. 70% മുകളിൽ ഹിന്ദുക്കളാണ് ആ സ്ഥലത്ത് താമസിക്കുന്നത്. പക്ഷെ ഈ ബെൽത്തങ്ങാടിക്ക് ചുറ്റുമായിട്ട് കുറച്ച് മുസ്ലിം ദേവാലയങ്ങൾ, ഒരു 10-12 മുസ്ലിം ദേവാലയങ്ങളെ അടുത്ത സമയത്തായിട്ട് ഉയർന്നു വന്നതായിട്ട് വാർത്തകൾ കാണുന്നുണ്ട്. ശരിയാണെന്ന് അറിഞ്ഞുകൂടാ. അവിടുന്ന് ചില ചാനലുകളിലെ കന്നഡ ചാനൽ, ഇംഗ്ലീഷ് ചാനലുകളെടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടി വായിക്കണം. ഇതെല്ലാം കൂടെ ഇവിടെ കൂട്ടി വായിക്കുമ്പോഴാണ് ഭൂമിക്ക് വളരെ വില കുറച്ച് ഭൂമി കിട്ടുന്നു, നല്ല ഫലഭൂയിഷ്ടമായ ഭൂമി, റബ്ബർ കൃഷി വ്യാപിക്കുന്നു, മംഗലാപുരം, കാസർഗോഡ്, കോഴിക്കോട് ഭാഗങ്ങളിൽ നിന്നുള്ള നല്ല കുടിയേറ്റം, പല സമുദായങ്ങളുടെയും വ്യാപകമായ കുടിയേറ്റം നടക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ നടക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു അന്തരീക്ഷം അവിടെ സൃഷ്ടിച്ചെടുക്കുകയാണോ എന്നാണ് നമ്മൾ സംശയിക്കുന്നത്. ഈ ക്ഷേത്രത്തിന് ചുറ്റും, ക്ഷേത്രത്തിന് ധാരാളം സ്വത്തുക്കളുണ്ട് കേട്ടോ, ധാരാളം സ്വത്തുക്കളുള്ള ഒരു ക്ഷേത്രമാണ് ഇവിടെ. അവിടത്തേക്ക് ഇനി ഭക്തജനങ്ങൾ കൂടുതൽ വല്ലതും വരുമോ, അല്ലെങ്കിൽ അവർ വരാതിരിക്കാനുള്ള എന്തെങ്കിലും സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഇത്തരം ഭീതി, അവിടെ സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ റേപ്പ് ചെയ്ത് കൊന്നുകളയുമെന്നാണ് പറയുന്നത്. അത്തരത്തിലാണ് ഇപ്പൊ ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മലയാളം ചില ചാനലുകളും ഉണ്ടായിരുന്നു, മലയാളം ചാനലുകളും പറഞ്ഞിരുന്നു സ്ത്രീകളെ, യുവതികളെ കൊന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതൊക്കെയാണ് നമ്മളെ സംശയത്തിനട കൊടുക്കുന്നത്. അതിനെ സാധൂകരിക്കുന്ന റിപ്പോർട്ടുകളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, അനന്യ ഭട്ട, സുശീല ഭട്ട് കേസുകൾ. ഒരു അനന്യ ഭട്ട് എന്ന് പറയുന്ന MBBS വിദ്യാർത്ഥിനിയെ കാണാനില്ലെന്ന് അവരുടെ അമ്മ സുശീല ഭട്ട് പരസ്യമായിട്ട് വന്നിട്ട് സംസാരിക്കുകയാണ്. എന്റെ മകളെ കാണാനില്ല, അവള് മണിപ്പാലിലോ മറ്റേ MBBS 1ാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു, അവള് പിന്നെ കോളേജിൽ പോയ ശേഷം ആരോ സുഹൃത്തുക്കളോടൊപ്പം യാത്ര ചെയ്ത് പിന്നെ അവളെ കാണാനില്ല. ഇതായിരുന്നു അന്നത്തെ വാദം. വലിയ വാർത്തയല്ലേ? ഒരു മെഡിക്കൽ സ്റ്റുഡന്റിനെ കാണാനില്ല, ധർമ്മസ്ഥലയ്ക്ക് പോയതാണ് ഇവര്. ധർമ്മസ്ഥലയ്ക്ക് പോയ അനന്യ ഭട്ടിനെ കാണാനില്ല. പക്ഷെ അന്വേഷിച്ച് വന്നപ്പോൾ എന്താ സംഭവിച്ചു കാണുന്നത്? അവിടെ കാണുന്നത് അങ്ങനെ ഒരു കുട്ടിയെ പഠിച്ചിട്ടില്ല. ഈ മെഡിക്കൽ കോളേജിൽ അങ്ങനെ ഒരു MBBS സ്റ്റുഡന്റ് പഠിച്ചിട്ടില്ല. ആ വർഷത്തെ ബാച്ചിൽ അങ്ങനെ ഒരു കുട്ടി വന്നിട്ടില്ല. അതിന്റെ ഒരു ഐഡന്റിഫിക്കേഷൻ ആയിട്ട് മറ്റൊരു രേഖകളും ആ കോളേജിലില്ല. ഇപ്പം ഏറ്റവും പുതിയ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് സുശീല ഭട്ട് വിവാഹിത പോലും അല്ലെന്നാണ്. അവരാരുമായിട്ടോ ലിവിങ് ടുഗദർ അങ്ങനെ എന്തോ കഴിഞ്ഞിരുന്നു, അവര് വിവാഹിതയല്ല, ഇവർക്ക് ഈ അനന്യ ഭട്ട് എന്നൊരു മകളും ഇല്ലെന്നാണ് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ്, എത്തരത്തിലേക്കാണ് വാർത്തകളെയൊക്കെ തിരിച്ചുകൊണ്ട് പോകുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് കാര്യമായ അന്വേഷണമാണ് നടക്കുന്നത്. ഇപ്പൊ മഹേഷ് ഷെട്ടി എന്നും പറഞ്ഞ ഒരാൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മഹേഷ് ഷെട്ടി എന്നൊരാളിനെയാണ് പോലീസിന്റെ ആദ്യ ഭാഗമായിട്ട് NIA അന്വേഷണത്തിലേക്ക് പോവുകയാണ് കേട്ടോ. കേന്ദ്ര ഗവൺമെന്റ് ആണ് അന്വേഷിക്കുന്നത്. NIA-യും CBI-യുടെ ഒക്കെ അന്വേഷണം വരികയാണ് ഈ കേസിൽ. അവരൊന്നും നിസ്സാരമായിട്ട് വിടത്തില്ല. കാരണം കർണാടകത്തിന്റെ ഇനി അറ്റത്തെ ബോർഡർ പ്രദേശമാണെന്നുണ്ടെങ്കിൽ പോലും മംഗലാപുരവും മറ്റേ കേന്ദ്രീകരിച്ച് നിൽക്കുന്നത് കൊണ്ട് കേന്ദ്ര സർക്കാരിന് എപ്പോഴും ശ്രദ്ധയുള്ള സ്ഥലമാണിത്. മംഗലാപുരത്തിന്റെ കാര്യം ഞാൻ എടുത്തു പറയാൻ കാരണം വളരെ സെൻസിറ്റീവാണ്. കേരളത്തിലെ ഏറ്റവും, കോയമ്പത്തൂര് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സെൻസിറ്റീവായിട്ടൊരു മേഖലയായിട്ട് മംഗലാപുരം മാറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ തീവ്രവാദി ഗ്രൂപ്പുകളുടെ വലിയ ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട്. വൻ ഓപ്പറേഷൻസ് ആണ് നടക്കുന്നത്. 1-2 വർഷത്തിനിടയിൽ അവിടെ വന്ന കൊലപാതകങ്ങൾ കണ്ടില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഹിന്ദു മുസ്ലിം തീവ്രവാദ ഗ്രൂപ്പുകളുടെ വളരെ സജീവമായ പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. ഒരാളെ കൊന്നു കഴിഞ്ഞാൽ സംഘടിതമായിട്ട് മറ്റേയാളെയും കൊന്നു കഴിയുക. പരസ്യമായിട്ട് കോടതിയിലേക്കും മറ്റേ റോഡിലേക്കൊക്കെ നടന്നു പോകുന്ന സമയത്താണ് വെട്ടിക്കൊല്ലുന്നത്. അത്ര വലിയൊരു ഭീതിജനകമായ അന്തരീക്ഷമാണ് മംഗലാപുരത്ത്. അതിൽ പറഞ്ഞില്ലേ, നിശബ്ദമായിട്ട് നമ്മൾ പുറത്തുനിന്ന് തോന്നുമ്പോൾ നിശബ്ദം എന്ന് തോന്നാമെങ്കിലും ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഹിന്ദു ആചാരങ്ങൾ ഇത് തീവ്രവാദ ഗ്രൂപ്പുകളിൽ അവരും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോയ പഴയ പെൺകുട്ടികളെ നമ്മളത് ഒരു 2-3 വർഷം മുമ്പ് കണ്ടതാണ്. അവിടെ ഈ പറഞ്ഞതുപോലെ റോഡിലൊക്കെ ഇറങ്ങി നടക്കുകയും പരസ്യമായിട്ട് കടൽ തീരത്തൊക്കെ നടക്കുന്ന കുട്ടികളെ അവരെ അടിച്ചോടിക്കുന്ന ഒരു രംഗം ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഹിന്ദു സേനകളും അവിടെ സജീവമായിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് മുസ്ലിം ചില തീവ്രവാദ ഗ്രൂപ്പുകൾ, അവരും അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവരിൽ പലരും ഇപ്പൊ ഈ ധർമ്മസ്ഥലയെ കണ്ണുവെക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ധർമ്മസ്ഥലയെയും ബെൽത്തങ്ങാടിയെയും കണ്ണുവെച്ചുകൊണ്ട് ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു സൂചന ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊരു ഭീതിജനകമായ പ്രദേശമാണ്, ഇവിടത്തേക്ക് ആരും പോകരുത്, ഇവിടെ പോയി കഴിഞ്ഞാൽ ഇത്തരം കുഴപ്പങ്ങൾ ഉണ്ടാകും. അതിന്റെ ഒരു അത് മറ്റൊരു സൂചനയിനകത്ത് നമ്മൾ കാണുന്നുണ്ടല്ലോ. ഈ നമ്മുടെ കോഴിക്കോട് മലയാളിയായ ഒരു മനാഫ്, ഒരു ലോറി ഡ്രൈവറാണ്, ടിപ്പർ ലോറിയുടെ ഉടമസ്ഥനാണ്. നമ്മുടെ അർജുൻ എന്ന് പറയുന്ന ഒരു പയ്യൻ അവിടെ വണ്ടി കൊണ്ടാണല്ലോ വീണ് മരിച്ചു കിടന്നത്. അങ്ങനെയാണ് നമ്മൾ സ്ഥലം ശ്രദ്ധിക്കുന്നത് തന്നെ. അപ്പൊ മനാഫാണ് ഇതിന്റെ പ്രൊമോട്ടറായിട്ട് വന്നിരിക്കുന്നത്. മനാഫാണ് ഈ കാര്യത്തിൽ ധർമ്മസ്ഥലയിലെ സ്ത്രീകളുടെ വിഷയത്തിൽ നിൽക്കുന്ന ഒരു പ്രധാന കഥാപാത്രം പുള്ളിയാണ്. അതേപോലെ ഒരു യൂട്യൂബറും ഉണ്ട്. ഇവർ രണ്ടുപേരും കൂടാണ് ഇത് കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തിനാണ് ഇയാളുടെ പ്രത്യേകിച്ച് ലക്ഷ്യം എന്താണ് ഒന്നും മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ ഈ മനാഫ്, അയാൾ ഒരു ശുദ്ധനായതുകൊണ്ടായിരിക്കും, അയാൾ വിളിച്ചു പറയുന്നത് കേട്ടു, ഈ സുശീല ഭട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ സുശീല ഭട്ട് ഉണ്ടല്ലോ, അവര് ഞങ്ങളുടെ അണ്ടറിലാണെന്ന്. അയക്ക് ആ വാക്കിന്റെ അർത്ഥം അറിയാൻ വഴിയാണോ എന്താണെന്ന് അറിഞ്ഞുകൂടാ.
ഈ സുശീല ഭട്ട് ഞങ്ങളുടെ അണ്ടറിലാണെന്നാണ് ഇയാൾ വിളിച്ചു പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ വലിയ സംശയം തോന്നും. പിന്നീട് വരാവുന്ന ഒരു സ്വാഭാവിക സംശയം, എന്തിനായി സ്ത്രീകളെ റേപ്പ് ചെയ്ത ശേഷം ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന 70 കിലോമീറ്റർ അകലെ കൊണ്ട് കുഴിച്ചിടേണ്ട കാര്യമുണ്ട്? അവിടെ നേത്രാവതി പുഴ കിടക്കുകയാണ് അല്ലെ, വിശാലമായ നേത്രാവതി പുഴ കിടക്കുകയാണ്. അവിടത്തേക്ക് വലിച്ചെറിഞ്ഞാൽ മതിയല്ലോ, നല്ല ഒഴുക്കുള്ള പുഴയുമാണ്. നമ്മൾ കണ്ടതല്ലേ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന കഫേ കോഫി, പിന്നെ ഏതാണ്ട് 1500ഓളം ഔട്ട്ലെറ്റ്സുകളുള്ള ലോകത്തിലെ ഏറ്റവും വ്യവസായ ശൃംഖല, കാപ്പിയുടെ വ്യവസായത്തിലെ ശൃംഖലയായ പിന്നെ കഫേ കോഫിയുടെ ഉടമസ്ഥൻ സിദ്ധാർത്ഥ് എങ്ങനെയാണ് മരിച്ചത്? സിദ്ധാർത്ഥന് കടമുണ്ടായിരുന്നു കേട്ടോ. അദ്ദേഹത്തിന് ഏതാണ്ട് 10,000 കോടിയുടെ ആസ്തിയുള്ള സമയത്ത് തന്നെ 8,000 കോടി കടമുണ്ടായിരുന്ന ആളാണ്. കടം വന്നു കഴിഞ്ഞ ശേഷം അദ്ദേഹം ഇതുപോലെ പാലത്തേന്ന് വന്നേച്ചെടുത്ത് യാത്രാവഴി പുതിയ ചാടിയാണ് മരിച്ചത്. യാത്രാവഴി പുഴ ചാടി മരിച്ചു. തിരിച്ചറിഞ്ഞില്ല. പിന്നെ ഡ്രൈവറോ മറ്റോ സൂചന കിട്ടിയത് കൊണ്ടാണ്. ഇല്ലായിരുന്നെങ്കിൽ അതുപോലും നമുക്ക് തിരിച്ചറിയത്തില്ലായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് എന്തിനായിരിക്കും ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ കാണിക്കാൻ ആരെങ്കിലും പോകുമോ? ഇതിനെ നമ്മൾ മലപ്പുറത്ത് കഴിഞ്ഞ 2 മാസം മുമ്പ് പറഞ്ഞ സംഭവം ഉണ്ടെന്ന് കൂട്ടി വായിക്കണം. മലപ്പുറം ജില്ലയിലാണെന്ന് തോന്നുന്നു. ഒരാൾ വന്ന് പറഞ്ഞ്, ഞാൻ 35 വർഷം മുമ്പ് ഒരുത്തനെ തല്ലിക്കൊന്ന് ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന്. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ് പറഞ്ഞ്, ഇയാളെ മാത്രമല്ല ഇയാളെ വേറൊരുത്തനെയും കൂടെ ഞാൻ എന്റെ അപ്പുറത്ത് വന്ന് കുഴിച്ചിട്ടിട്ടുണ്ടെന്ന്. നമ്മുടെ പോലീസ് ചുറ്റിയില്ലേ, പോലീസ് വിഷമിച്ചു പോയില്ലേ? അവസാനം ബന്ധുക്കൾ പറയുന്നുണ്ട്, ബന്ധുക്കൾ പറഞ്ഞ് ഇവനെ തലയ്ക്ക് ഭ്രാന്താണ്, ഇവന് ഭ്രാന്തനാണ്, ഇവൻ പറയുന്നത് കേട്ടോണ്ട് നിങ്ങൾ ഇവിടെ എല്ലാം കുഴിക്കാൻ നടക്കരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പോലീസ് അതിൽ നിന്ന് പെട്ടെന്ന് പിന്മാറി. കാരണം ഒന്നും കിട്ടിയില്ല, ഒരു തെളിവുമില്ല, എന്ത് രേഖകളൊന്നുമില്ല. അതുപോലെ ധർമ്മസ്ഥലയിൽ നടക്കട്ടെ, ധർമ്മസ്ഥലയിൽ അന്വേഷണം നടക്കട്ടെ. SIT ആണല്ലോ അന്വേഷിക്കുന്നത്. അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണം നടക്കട്ടെ. ഈ പറയുന്നത് പോലെ അസ്ഥികൂടങ്ങൾ വല്ലതും ഇതിനകത്ത് ഇരിപ്പുണ്ടോ എന്ന് നമുക്ക് അന്നേരം മനസ്സിലാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. രാജഗോപാൽ സാർ സൂചിപ്പിച്ചതുപോലെ അന്വേഷണം നടക്കട്ടെ, അപ്പോൾ നമുക്ക് മനസ്സിലാകും ഈ പറയുന്നതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടെന്ന്. ഈ ചർച്ചയിൽ സാർ പറഞ്ഞ 2-3 കാര്യങ്ങളാണ് ഹൈക്കായിട്ട് തോന്നിയത്. ഒന്ന്, എന്തുകൊണ്ട് ഇത്തരം കൊലപാതകങ്ങൾ നടത്തി ദൂരെ 70 കിലോമീറ്റർ അകലെയുള്ള ധർമ്മസ്ഥലയിൽ കൊണ്ടുചെന്ന് കുഴിച്ചിടണം? ഈ പറഞ്ഞതുപോലെ നേത്രാവതി പുഴയുണ്ട്, അല്ലെങ്കിൽ മറ്റനേകം മാർഗങ്ങളുണ്ട്. പകരം മരിച്ച ഒരു ഡെഡ് ബോഡിയുമായിട്ട് 70 കിലോമീറ്റർ യാത്ര ചെയ്യുക എന്നുള്ളത് തന്നെ അപകടകരമാണ്. ഒരാളെ റേപ്പ് ചെയ്യുന്നു, ശേഷം അയാളെ കൊല്ലുന്നു, അതിനുശേഷം 70 കിലോമീറ്റർ ആ മൃതദേഹവുമായി യാത്ര. അങ്ങേയറ്റം അപകടം പിടിച്ച ഒരു കാര്യത്തിന് എങ്ങനെയാണ് ഒരു വ്യക്തി മുതിരുക എന്ന ചോദ്യം ബാക്കിയാണ്. പിന്നെ എന്തുകൊണ്ട് ധർമ്മസ്ഥല ഇത്തരം വിഷയങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്കിടയിൽ വലിയ ചർച്ചയാവുന്നു, അല്ലെങ്കിൽ ധർമ്മസ്ഥലയെ എന്തിന് ചൂസ് ചെയ്തു എന്നുള്ളതും ഒരു ചോദ്യമാണ്. അപ്പോൾ ധർമ്മസ്ഥലയിൽ ഉയരുന്ന വിവാദങ്ങൾ അല്ലെങ്കിൽ ധർമ്മസ്ഥലയിൽ നിന്നും കണ്ടെത്തുന്ന സ്കെൽട്ടനുകളൊക്കെ വലിയ ദുരൂഹത നിറയ്ക്കുന്നതാണ്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു രാജഗോപാൽ സർ.